അസ്സലാമു അലൈക്കും. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. ഇതാ ഇവിടെ നിന്നുണ്ടല്ലോ നമ്മൾ മത്തി വറ്റിക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇക്കാരം. ഇത് അതിൽക്കുണ്ടല്ലോ ഒരു 4 ചെത്ത് ചെറിയ ഉള്ളി, ഒരു 4 ചെത്ത് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു 4 കുരു പുളി. ഈ പുളി ഉണ്ടല്ലോ ഇതിൻ്റെ കുരു കളയണം കേട്ടോ. ഈ ഉരലിലിട്ടിട്ടാണ് നമ്മൾ ഇതെല്ലാം കൂടി ചതച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ചതച്ച് കൊടുത്തതിൻ്റെ ശേഷം ഉണ്ടല്ലോ ഒരു ലേശം കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുരുമുളകും നന്നായിട്ട് ചതച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാകത്തിന് നിങ്ങളെ മസാല നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഞാനിതാ ഒരു സ്പൂണ് മുളകും പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു ലേശം പെരിഞ്ചീരകം ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചതച്ചതിൻ്റെ ശേഷം ഈ ഉരലുണ്ടല്ലോ ലേശം വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ടുണ്ടല്ലോ ആ വെള്ളം നമുക്ക് എടുക്കട്ടെ. ഇപ്പം തന്നെ മസാലയൊക്കെ ഉണ്ടല്ലോ നല്ല ഒരു ടേസ്റ്റാണ്. ഉപ്പ് കുറവുണ്ട്, ശകലം കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിക്കണ്. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് കുഴച്ചതിൻ്റെ ശേഷം ഉണ്ടല്ലോ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പഞ്ഞീനുള്ള ഇടത്തരം മത്തിയാണ് കേട്ടോ. ഈ മത്തി ഉണ്ടല്ലോ ഇങ്ങനെ കുഴഞ്ഞിങ്ങാണ്ട് കെടുക്കും. അപ്പം നമ്മൾ പൊരിച്ചെടുക്കണേക്കാളും ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പം അത്യാവശ്യം നീരൊക്കെ ഉണ്ട്. ചെറിയ തീയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ, അടി കരിയാൻ പാടില്ല. ഒരു ലേശം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ടൊന്ന് മൂടിയിട്ട് ചെറിയ തീയിലൊന്ന് കത്തിക്കുക. നിങ്ങൾക്ക് വെള്ളം കുറവുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു കയ്യിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളം മതി എന്നുണ്ടെങ്കിൽ ഇത്ര ഈ പാകത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ് ഈ കാര്യങ്ങൾക്ക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ ഇത് ഇഷ്ടമായാൽ.